നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചില സീനുകളെ പറ്റിയാണ്. ഓരോ സീനുകളും സിനിമയ്ക്ക് സ്യൂട്ടായിരുന്നു അല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിസ്റ്റിലായിട്ടേത് വിജയണ്ണന്റെ മാസ്റ്റർ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇവർ പഠിക്കുന്ന ക്യാമ്പസിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്ന സീൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രശ്നമുണ്ടാവുമ്പോൾ സിനിമയിലെ നായകൻ ഇതിനോട് ഓവറായി റിയാക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു സീൻ ക്യാരക്ടറിന് മാച്ച് ആവാത്തത് കൊണ്ട് പിന്നീട് സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അടുത്തത് പേട്ട എന്ന സിനിമയാണ്. പേട്ട എന്ന സിനിമ ആ വർഷം വലിയൊരു വിജയം നേടിയ രജനീകാന്തിന്റെ മാസ് കംബാക്ക് ആയിരുന്നു. ഈ ഒരു സിനിമയിൽ നമുക്കറിയാം മെയിൻ വില്ലനായിരുന്നു വിജയ് സേതുപതിയുടെ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ സിനിമയിലെ നായകനായ കാണി എന്ന ക്യാരക്ടറെ കൊല്ലാനായി എല്ലായിടവും തെരഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ സിനിമയിൽ ഡിലീറ്റ് ചെയ്ത ഒരു ടീ ഷോപ്പ് സീൻ ഉണ്ടായിരുന്നു. ഈ ഒരു സീനിൽ നായകൻ ക്യാരക്ടർ ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ വില്ലനും വരുന്നു. പക്ഷേ വില്ലന് നായകനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. സിനിമയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടും അങ്ങനെ ഒരു സീൻ ആവശ്യമില്ലാത്തത് കൊണ്ടും സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അടുത്തത് കിരീടം എന്ന സിനിമയാണ്. മലയാളത്തിലെ തന്നെ മികച്ചൊരു ക്ലാസിക് സിനിമയാണ് കിരീടം എന്ന സിനിമ. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് നായകൻ കീരിക്കാടൻ ജോസ് എന്ന വില്ലനെ കൊല്ലുകയും ജയിലിൽ പോവുകയും ചെയ്യും. നായകന്റെ പോലീസ് ആകണമെന്ന ആഗ്രഹം ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ഒരു സാഡ് എൻഡിങ് ആയിരുന്നു. ഈ ഒരു സിനിമ പല ഭാഷകളിൽ റീമേക്ക് ചെയ്തിരുന്നു. തമിഴ് റീമേക്കിൽ അജിത്ത് ആയിരുന്നു നായകൻ. കിരീടം സിനിമ പോലെ തന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒരു സാഡ് എൻഡിങ് ആയിരുന്നു. നായകൻ വില്ലനെ കൊല്ലും. പക്ഷേ കുറച്ചു നാളുകൾ കഴിഞ്ഞ് സിനിമയുടെ ക്ലൈമാക്സ് ഇവർ ചേഞ്ച് ചെയ്തു. നായകൻ വില്ലനെ കൊന്നു. ഇവിടം വെച്ച് ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് കേൾക്കുന്നത് ഒരു കോടതി വിധിയാണ്. നായകനെ കോടതി വെറുതെ വിട്ടുവന്നു. പിന്നീട് കാണിക്കുന്നത് നായകൻ പോലീസായി വരുന്ന സീനാണ്. അടുത്തത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ആ വർഷം വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമയിൽ മഹേഷ് എന്ന ക്യാരക്ടറിനെ വില്ലൻ തല്ലുന്നു. വില്ലനെ തിരിച്ചു തല്ലുന്ന ഒരു പ്രതികാര കഥയാണ്. ഈ ഒരു വില്ലൻ ക്യാരക്ടർ അല്പം മാർഷൽ ആർട്സ് പഠിച്ച വില്ലനാണ്. അപ്പോൾ വില്ലനെ തല്ലാനായി മഹേഷിന്റെ ക്യാരക്ടർ കുങ്ഫു പഠിക്കുന്നത് ചെറിയ സീനുകളിൽ കാണിച്ചിട്ടുള്ളൂ. കുങ്ഫു മാഷിനെയോ കുങ്ഫു ക്ലാസോ അങ്ങനെ വിശാലമായി കാണിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു സിനിമയിൽ കുങ്ഫു മാഷിനെയും കുങ്ഫു ക്ലാസും പരിചയപ്പെടുത്തുന്ന ഒരു സീനും ഉണ്ടായിരുന്നു. അടുത്തത് പുഷ്പ എന്ന സിനിമയാണ്. പുഷ്പ എന്ന സിനിമയിൽ വലിയൊരു ഡിലീറ്റഡ് സീൻ തന്നെ ഉണ്ടായിരുന്നു. 2023 വേർ ഇസ് പുഷ്പ എന്നൊരു വീഡിയോ ഇറങ്ങി. ഇതൊരു ഗ്ലിംസ് ആയിരുന്നു. 3 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇതൊരു ഗ്ലിംസിന് വേണ്ടി ഉണ്ടാക്കിയ വെറുതെ ഒരു സീനാണ്. ചില സിനിമകൾ അങ്ങനെ വെറുതെ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് വിക്രം സിനിമയിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. വില്ലന്മാരെല്ലാരെയും വിളിച്ച് സദ്യക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നായകൻ വില്ലന്മാരെ എല്ലാം മാറി മാറി നോക്കും. ആരംഭിക്കലാമടാ എന്ന് പറയും. അപ്പോൾ വില്ലന്മാർ തിന്നാൻ തുടങ്ങും. നായകൻ താഴെ വെച്ചിരുന്നൊരു കോടാലി എടുത്ത് വില്ലന്മാരോട് തലക്കെറിയും. ഈ ഒരു സീൻ നെറ്റ്ഫ്ലിക്സിന്റെ നാർക്കോ സീസൺ 2 ഈ ഒരു സീരീസിന്റെ പ്രൊമോയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. പക്ഷെ ഇവിടെ നായകനല്ല വില്ലന്മാരാണ് ആക്രമിക്കാൻ പോകുന്നത്. ഇത് സിനിമയിലെ സീനല്ല, വെറുതെ ഉണ്ടാക്കിയ ഒരു ടൈറ്റിൽ പ്രൊമോയാണ്. എന്നാൽ പുഷ്പയുടെ ലിങ്സ് വെറുതെ ഉണ്ടാക്കിയതല്ല. ഇത് യഥാർത്ഥത്തിൽ നായകൻ ക്യാരക്ടറിന്റെ ഒരു സെക്കൻഡ് ഇൻട്രോ ആയിട്ടാണ് സിനിമയിൽ പ്ലാൻ ചെയ്തത്. പുഷ്പ സിനിമയിലെ ഇൻട്രോ നമുക്കെല്ലാവർക്കും അറിയാം. 22 ദിവസം പുഷ്പ ക്യാരക്ടർ ജപ്പാനിലേക്ക് പോയ ഒരു കണ്ടെയ്നറിന്റെ അകത്തിരുന്നു. ശേഷം ജപ്പാൻകാർ തല കീഴായി കെട്ടിത്തൂക്കിയിടുന്നു. അവിടെ വെച്ചൊരു ഫൈറ്റ് പുഷ്പയുടെ ഇൻട്രോയിൽ. ശിഖാവത്ത് എന്ന ക്യാരക്ടർ പുഷ്പയ്ക്ക് ജപ്പാനിലുള്ള ഡീലിംഗ് കണക്ഷൻ ഇല്ലാതാക്കി. തുടർന്നായിരുന്നു പുഷ്പ ജപ്പാനിൽ പോയത്. കണക്ഷൻ ഇല്ലാതാക്കുന്ന സീൻ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നില്ല, OTT-യിലായിരുന്നു. പലരും അപ്പോൾ ജപ്പാനിലെ സീനുകൾ പുഷ്പ 3-ലെ സീനുകളാണോ എന്ന് വരെ തെറ്റിദ്ധരിച്ചിരുന്നു. സിനിമയുടെ ലെങ്ത് കൂടിയത് കൊണ്ടാണ് ഈ ഒരു സീൻ കട്ട് ചെയ്തത്. എന്നാൽ ഇതിനു ശേഷം വേറെയും ചില ക്ലാഷുകൾ നടക്കുന്നുണ്ട്. ശിക്കായത്ത് എന്ന ക്യാരക്ടറിന് പുഷ്പ തിരിച്ചെത്തി എന്ന ഇൻഫർമേഷൻ കിട്ടുകയും തുടർന്ന് നടക്കുന്ന സീനുകളായിരുന്നു ഗ്ലിംസിലുണ്ടായിരുന്നു. എൻകൗണ്ടർ ചെയ്യാനായി പുഷ്പയെ തെരഞ്ഞ് കാട്ടിൽ പോകുന്നു. അവിടെ വെച്ചൊരു ഷൂട്ട് ഔട്ട് നടക്കുന്നു. എല്ലാരും കരുതിയത് പുഷ്പ ചത്തെന്നാണ്. അപ്പോഴാണ് പുലി വരെ പേടിച്ചോടുന്ന രീതിയിൽ പുഷ്പയുടെ ഒരു സെക്കൻഡ് ഇൻട്രോ. ഈ ഒരു സീൻ
വലിയ രീതിയിൽ എയറിൽ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. എയറിലായതുകൊണ്ട് മാത്രമല്ല ഈ ഒരു സീൻ ഡിലീറ്റ് ചെയ്തു. സിനിമയ്ക്ക് വലിയൊരു ലെങ്ത് വരും, കണക്റ്റ് ആവാതെ വരും, അങ്ങനെ പല പ്രശ്നങ്ങളും. മാത്രവുമല്ല വലിയൊരു പ്ലോട്ട് ഹോളും വീഴും. അടുത്തത് ലൂസിഫർ എന്ന സിനിമയാണ്. നമുക്കറിയാം ലൂസിഫർ സിനിമയിൽ ഇങ്ങനെ ഒരു ഡിലീറ്റഡ് സീനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സീൻ ഡിലീറ്റ് ചെയ്തെന്ന് പലർക്കും അറിയില്ല. പലരും പറയുന്നത് ഈ ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സീനും തിയേറ്റർ പൂരപ്പറമ്പാക്കിയാനെന്ന് വെറുതെ ഡിലീറ്റ് ചെയ്തു വന്നു. എന്നാൽ ഈ ഒരു സീൻ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം സിനിമയ്ക്കൊട്ടും മാച്ചാവാത്തത് കൊണ്ട് തന്നെയാണ്. സിനിമയിൽ സ്റ്റീഫൻ ക്യാരക്ടറിന്റെ ഒരു മാസ് ഫൈറ്റ് സീനും ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഈ കൊലപാതകങ്ങളുടെ പേരിൽ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യാൻ പ്ലാനിട്ട് മയിൽ വാഹനം എന്ന ക്യാരക്ടറും കൂടെ സ്ക്വാഡും വരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ ഒന്നും തന്നെ കണ്ടില്ല. ശേഷം മയിൽ വാഹനവും ടീമും വളരെ വിഷമിച്ച് തിരിച്ചു പോകുന്നു. ഇത്രയും സീനുകൾ സിനിമയിലുണ്ടായിരുന്നു. പിന്നീടുള്ള സീനായിരുന്നു ഈ ഒരു ഡിലീറ്റഡ് സീൻ. സ്റ്റീഫൻ ക്യാരക്ടർ മയിൽ വാഹനത്തെ കാണും. ശേഷം ബൈക്ക് നിർത്തി സ്റ്റീഫൻ ചോദിക്കുന്നു, എന്തായി സാർ, വല്ലതും കിട്ടിയോ എന്ന്. ഇത്രയും ദൂരം വന്നതല്ലേ, ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഒരു പെറ്റിയെങ്കിലും എന്ന് സ്റ്റീഫൻ ക്യാരക്ടർ മയിൽ വാഹനത്തോട് പറയും. പോങ്കെ സാറെന്ന് മയിൽ വാഹനവും പറയും. യഥാർത്ഥത്തിൽ ഈ ഒരു സീൻ സിനിമയുടെയും സ്റ്റീഫൻ എന്ന ക്യാരക്ടറിന്റെയും സീരിയസ്നെസ് കളയുമെന്നതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതൊട്ടും തന്നെ സിനിമയ്ക്ക് മാച്ചായിരുന്നില്ല. മാത്രവുമല്ല സ്റ്റീഫൻ ആരാണെന്ന് മയിൽ വാഹനം എന്ന ക്യാരക്ടർ നേരിട്ട് അറിയേണ്ടത് ഇവിടെയായിരുന്നില്ല, അത് അറസ്റ്റ് സീനിലായിരുന്നു. ആ ഒരു അറസ്റ്റ് സീനിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സീൻ ഒഴിവാക്കണമായിരുന്നു. അങ്ങനെ ഈ ഒരു സീൻ സിനിമയിൽ മികച്ച മാസ് സീനുകളിലൊന്ന്. അടുത്തത് മാർക്കോ എന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയ റിയാസ് ഖാന്റെ ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്. ഈ ഒരു സിനിമയിൽ കട്ട് ചെയ്ത് കളഞ്ഞ ഒരു റിയാസ് ഖാൻ സീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരുതിയത് വളരെ വൈലന്റ് ആയ, ഒട്ടും തന്നെ കാണിക്കാൻ പറ്റാത്ത കൊടൂര വില്ലനിസം സീനായിരിക്കുമെന്ന്. പൊതുവെ റിയാസ് ഖാൻ ഒട്ടുമിക്ക സിനിമയിലും ഒരു മികച്ച വില്ലനാണ്. മാർക്കോ സിനിമയിൽ കൂടുതലും കോമഡി റോളുകൾ ചെയ്യുന്ന ജഗദീഷ് ഒരു മാസ് വില്ലനായിരുന്നു. അപ്പോൾ വില്ലൻ റോളുകൾ ചെയ്യുന്ന റിയാസ് ഖാൻ ഒരു ബ്രൂട്ടൽ വില്ലനായിരിക്കുമെന്ന് എല്ലാവരും കരുതിയത്. എന്നാൽ ഈ ഒരു സീൻ അല്പം കോമഡി ആയിരുന്നു. ഈ ഒരു സീൻ സിനിമയ്ക്ക് ഒട്ടും തന്നെ മാച്ചാവില്ല. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ നമ്മൾ പല ആക്ഷൻ സിനിമകളിൽ കാണുന്ന ഒരു ക്ലീഷേ സീനാണ്. ഇങ്ങനെ ഒരു സീനിന്റെ ആവശ്യം ഈ ഒരു സിനിമയ്ക്ക് ഇല്ല. കാരണം ഈ ഒരു സിനിമ മൊത്തത്തിൽ ഒരു ഡാർക്ക് ടോണാണ്. തുടക്കത്തിൽ തന്നെ അനിയൻ ക്യാരക്ടർ മരിക്കുന്നു. അനിയനെ കൊന്നത് ആരാണെന്ന് തപ്പി നടക്കുന്ന മാർക്കോ. അങ്ങനെ സീരിയസ് ആയിട്ടാണ് സ്റ്റോറി പോകുന്നത്. ഓൾറെഡി വലിയ ഒരു സീരിയസ് കേസ് മാർക്കോക്കും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കേസ് കൂടി വന്നാൽ ഇതെന്തായാലും സിനിമയെ നെഗറ്റീവായി തന്നെ ബാധിക്കും. സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഫ്ലോയും പോകും. ഈ ഒരു സീൻ മാത്രമായി എന്തായാലും സിനിമയിൽ വരില്ല. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും സീനുകൾ ഉണ്ടാവും. എന്തു തന്നെയായാലും അനിയൻ ക്യാരക്ടർ മരിച്ച് മാർക്കോയുടെ റീ എൻട്രി എല്ലാം കഴിഞ്ഞ് ശേഷം നടക്കുന്ന ഒരു സീൻ തന്നെയാണ്. ഒട്ടും തന്നെ മാച്ചാവില്ല. അടുത്ത സിനിമയാണ് കൽക്കി എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ഒരുപാട് ഡിലീറ്റഡ് സീനുകളുണ്ട്. കാശിയിൽ നടക്കുന്ന സഫറിങ് സീനുകൾ, ഈ ഒരു കുട്ടി അമിതാഭ് ബച്ചനിൽ നിന്നും ഒരുപാട് ഫൈറ്റ് പഠിക്കുന്ന സീനുകൾ, ശോഭനയുടെ ഒരു മാസ് ഫൈറ്റ് സീൻ, ദുൽഖറിന്റെ പ്ലേ ക്രാഷ് ആകുന്ന ഒരു സീൻ, അങ്ങനെ ഒരുപാട് സീനുകളുണ്ട്. ലെങ്ത് കൂടുന്നത് കൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്യും. അടുത്തത് ബാഹുബലി സിനിമയാണ്. ബാഹുബലി ക്യാരക്ടർ കട്ടപ്പയെ പൊക്കറ്റ് ചെയ്യുന്ന കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ബാഹുബലി 2ന്റെ വാറിൽ ആനയുമായി ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇതും ഒഴിവാക്കി.